ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഹൃദയം എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ചുള്ള ചില ടിപ്പുകളുമായി ഒരു ഡോക്ടർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ കാർഡിയോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ പി മുഹമ്മദ് മുസ്തഫ. ഡോക്ടർ പി മുഹമ്മദ് മുസ്തഫ, വെരി ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കോഫി വിത്ത് അരുൺ. Very good morning, Dr. Arun. We are very happy to join with you. ഡോക്ടറുടെ ഹൃദയമൊക്കെ എങ്ങനെയാ, ആരോഗ്യത്തോടു കൂടി മിടിക്കുന്നുണ്ടോ? ആരോഗ്യത്തോട് പിടിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതേവരെ ഹൃദയത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് ഹൃദയങ്ങളെ ചികിത്സിക്കാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സാധാരണ നമ്മൾ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില കാണില്ല എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ പറയേണ്ടത് ഈ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ വില അറിയില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ 10, 30, 40 ഒക്കെ വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൃദയത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നത് ഒരു വേദന വരുമ്പോഴാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോൾ മുതലാണ് ഈ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്? എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആരോഗ്യമുള്ളൊരു ഹൃദയവുമായി മുന്നോട്ട് പോകുമ്പോൾ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ? അതെ, ആക്ച്വലി അത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരുപാട് ആളുകൾ, നമുക്കറിയാമല്ലോ, പണ്ട് ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ വയസ്സായതിനു ശേഷം വരുന്നൊരു രോഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഏജിലും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ സ്മോക്കിംഗ്, അതേപോലെ തന്നെ ഇങ്ങനത്തെ മറ്റ് കൊളസ്ട്രോൾ, പ്രഷറൊക്കെ ഹൃദ്രോഗം ഉണ്ടാക്കുന്ന ഓരോരോ റിസ്ക് ഫാക്ടേഴ്സ് ആണെന്ന് അറിയാമെങ്കിലും പല പേഷ്യൻസും നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ വളരെ യങ് ഏജിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നമ്മൾ അസസ് ചെയ്യുമ്പോൾ സ്മോക്കിംഗ് ആയിരിക്കും അവരുടെ കാരണം. അപ്പോൾ നമ്മൾ അവരോട് പറയുമ്പോൾ സ്മോക്കിംഗ് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് അറിയാമായിരുന്നു, പക്ഷെ ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് ഒരു ഡാമേജ് സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ ഡോക്ടേഴ്സ് അവിടെ ചെയ്യുന്നത് റിപ്പയർ മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ഈ വേൾഡ് ഹാർട്ട് ഡേയുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരാതെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഈ വേൾഡ് ഹാർട്ട് ഡേ കൊണ്ട്, ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചെറുപ്പക്കാരുടെ ഈ ഹൃദ്രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, ഒരുപാട് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറുപ്പക്കാർക്കിടയിൽ ഈ ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കൂടി വരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം? അങ്ങനെയാണെങ്കിൽ അമിതമായ വർക്കൗട്ടും സ്ട്രെസ്സും ഈ ഹൃദ്രോഗത്തിനൊരു കാരണമാകുന്നുണ്ടോ ചെറുപ്പക്കാർക്കിടയിൽ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കൊരു പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എന്ന രീതിയിൽ വേണമെങ്കിൽ ഇതിനെ അനലൈസ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഇൻസിഡൻസ് ഓഫ് ഹാർട്ട് ഡിസീസ് നമ്മുടെ ഈ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് സമയത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു എക്സ്ട്രീംസ് ഒന്നുകൊണ്ടും നല്ലതല്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, അതല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു എക്സസൈസ് എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ ഒരു മോഡറേറ്റ് എക്സസൈസ് ആണ് നമ്മൾ പറയാറുള്ളത്. കൂടുതൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യാം. ഞങ്ങളൊരു ഒരു ആരോഗ്യപരമായ ഹൃദയത്തിന് നമ്മൾ പറയുന്നത് വെറും അരമണിക്കൂർ എക്സസൈസ് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 5 ദിവസം എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്കൊരു മിനിമം ആവശ്യമായ എക്സസൈസ്. പക്ഷേ നമുക്കിന്നിപ്പോൾ 2 എക്സ്ട്രീംസ് ഉണ്ട്. ഒരു എക്സ്ട്രീം വന്നിട്ട് തീരെ വ്യായാമമില്ലാതെ നമ്മൾ ഈ AC റൂമിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുകയോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്ട്രീം ഉണ്ട്. അവർ അനങ്ങുന്നേ ഇല്ല, അവർ കംപ്ലീറ്റ് സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. ഇന്നത്തെ ഒരുപാട് നമ്മുടെ ഒരു ജോബുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ജോബുകളാണ് ഇന്നത്തെ കാലത്ത് കൂടുതലുള്ളത്. ഇനി ഒരു ചെറിയ ഒരു ശതമാനം ആളുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും എക്സ്ട്രീമായി പോകുന്നുണ്ട്. മണിക്കൂറുകളോളം ജിമ്മിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, അതല്ലെങ്കിൽ മസിൽ പെരുപ്പിക്കുന്നതിന് വേണ്ടി, ഒരു ബോഡി ബിൽഡിങ്ങിന് വേണ്ടി വല്ലാത്ത ഒരു ഫാനറ്റിക് ആയിട്ടുള്ള രീതിയിൽ, ഒരു ക്രേസി ആയിട്ടുള്ള രീതിയിൽ ഒരു ബോഡി ബിൽഡിംഗ് ഒരു ഇതും ചില ചെറുപ്പക്കാരിൽ നിന്ന് കണ്ടുവരുന്നുണ്ട്. അതും ആക്ച്വലി നോട്ട് ഗുഡ്. ജീവിക്കാൻ ഡോക്ടർ പി മുഹമ്മദ് മുസ്തഫ നിർദ്ദേശിക്കുന്ന ഒരു ഡയറ്റും ഒരു ജീവിതക്രമവും എങ്ങനെയായിരിക്കും? എത്ര സമയം നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം? ഏതു സമയത്ത് ഏതു തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം? പ്രത്യേകിച്ച് വളരെ വേഗം ഓടുന്ന പ്രൊഫഷണലുകൾക്കിടയിൽ കൂടിയാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ എല്ലാ മേഖലയിലും ഞാൻ മിതത്വം പാലിക്കുക എന്നുള്ളൊരു വാക്കാണ് ഞാൻ സിമ്പിളായിട്ട് എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളത്. നമുക്കറിയാം, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ 2 എക്സ്ട്രീംസ് കണ്ടല്ലോ, അതേപോലെ ഫുഡിലും ആളുകൾ ഭയങ്കര 2 എക്സ്ട്രീംസ് ഉണ്ട്. ചില ആളുകൾ ഹൈലി കോൺഷ്യസ് ആയിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കാതെ, അങ്ങനെ ഉണ്ടല്ലോ, നോൺ വെജ് ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ അതിനെക്കുറിച്ച് ഒന്നും ബോധേഡല്ലാതെ എല്ലാം കിട്ടുന്നതെല്ലാം വാരി വിഴുങ്ങുന്ന ഒരു ഹാബിറ്റ്, ഒരു അൺഹെൽത്തി ഫുഡ് ഹാബിറ്റുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിനും ഇടയിലാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ
എല്ലാം അടങ്ങിയിരിക്കണം. നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം, അതാണ് നമ്മുടെ ഊർജ്ജം. നമുക്ക് പ്രോട്ടീൻ വേണം, അതാണ് നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്നത്. മറ്റു വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു ഐഡിയൽ ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും. ഈ ബാലൻസ്ഡ് ഡയറ്റിൽ ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഒന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിന്റെ പ്രൊപ്പോർഷനിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കാർ, നമ്മുടെ കേരളീയരൊക്കെ നമ്മൾ ശീലിച്ച് വന്നിട്ടുള്ളത് ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആണ്. ഹൈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്നജം ഉൾക്കൊള്ളുന്ന ഭക്ഷണം, അരിയും ചോറും പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ആണല്ലോ നമ്മുടെ ഫുഡിൽ ഏറ്റവും കൂടുതൽ. അതാണ് കാർബോഹൈഡ്രേറ്റ്. അതേപോലെ തന്നെ ഈ മാംസം, അതേപോലെ തന്നെ മറ്റ് വെജിറ്റേറിയൻ പ്രോട്ടീൻസ് ആയിട്ടുള്ള നമ്മുടെ പരിപ്പുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ പ്രോട്ടീനാണ്. പിന്നെ മറ്റ് വൈറ്റമിൻസ് ആൻഡ് മിനറൽ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഡയറ്റ് എന്ന് പറയുന്നത് ഹൈ കാർബോഹൈഡ്രേറ്റ്, ലോ പ്രോട്ടീൻ, ലോ വൈറ്റമിൻ ആണ് നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ളത്. അതൊന്ന് മോഡിഫൈ ചെയ്ത് ഇതിനെല്ലാം ബാലൻസ്ഡ് ആയിട്ട് ഉൾക്കൊള്ളിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുകയും പിന്നെ വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസിന്റെ അളവ് നമ്മൾ കുറച്ച് കൂട്ടുകയും ചെയ്യണം. അത് നമുക്ക് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ അളവിൽ നല്ലൊരു പങ്ക് നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിന് കൊടുക്കണം, പ്രൊവൈഡഡ് ഡയബറ്റിക് അല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ. ഈ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മുടെ ഈ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്നതാണോ അതല്ല എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതാണോ ഡോക്ടർ പ്രധാനമായിട്ടും അഡ്വൈസ് ചെയ്യുക? മാത്രമല്ല ഈ സ്ത്രീകളടക്കം ഒരു വർക്കൗട്ടിനെ കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യർ ഇപ്പോഴും ഈ വീട്ടിലൊക്കെ കുത്തിരിപ്പുണ്ടല്ലോ. അവർ രാവിലെ നടക്കാൻ പോലും പോരില്ല. പലപ്പോഴും ഈ വീട്ടിൽ അടുക്കളയിൽ അരഞ്ഞു തീരുന്ന ജീവിതങ്ങളാണ്. അവർക്കും ഈ 50-60 വയസ്സ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവരുടെ ഹൃദയം പണിമുടക്കി തുടങ്ങുന്നതായിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പം അവരോടുള്ളൊരു അഡ്വൈസ് എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാർ എന്ന് പറയുന്ന നമ്മളുടെ വീട്ടിലിരിക്കുന്ന ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ളവർ? പറഞ്ഞ പോലെ അതെ, പണ്ട് നമുക്കറിയാം സ്ത്രീകൾക്ക് എപ്പോഴും അവരുടെ ഫീമെയിൽ ഹോർമോൺസ് കാരണം ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഏകദേശം ഇല്ലാതായി വരികയാണ്. സ്ത്രീകളിലും വളരെ കോമൺ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല യങ്സ്റ്റേഴ്സിലും കണ്ടുവരുന്നുണ്ട്. ഈ രാവിലെയാണോ വൈകുന്നേരം, അത് ആക്ച്വലി അക്കോർഡിംഗ് ടു ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യിക്കാം. പക്ഷേ ഒരു നമ്മൾ ഉച്ച സമയത്തോ ആ സമയത്ത് ഒഴിവാക്കിയിട്ട് എയ്തർ മോർണിംഗ് ഓർ ഈവനിങ് ആവാം, അത് കുഴപ്പമില്ല. അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചാണ്. പക്ഷേ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ കൂടെ തന്നെ ഒരു ആക്ടിവിറ്റീസ് കൊണ്ടുവരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കാറ് അല്പം ദൂരെ പാർക്ക് ചെയ്ത് നമുക്ക് നടന്നു വരുന്ന രീതിയിൽ അത് നമ്മുടെ വർക്കിന്റെ കൂടെ തന്നെ ആക്കാം. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഡോക്ടേഴ്സൊക്കെ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ റൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്നതിന് ബദൽ സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ആക്ടിവിറ്റീസ് നമ്മുടെ ഒരു ലൈഫിൽ കൊണ്ടുവരാം. ഈ നമ്മുടെ കയ്യിലൊക്കെ ഇപ്പൊ സ്മാർട്ട് വാച്ചുകൾ മിക്കവാറും ആളുടെ കൈകളിലൊക്കെ ഉണ്ടല്ലോ. ഒരു ദിവസം ഒരു ആരോഗ്യകരമായ ഹൃദയത്തിന് വേണ്ടി എത്ര സ്റ്റെപ്സ് ആണ് ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത്? ഒരു എളുപ്പക്കണക്ക് പറഞ്ഞാൽ മിനിമം അതെങ്കിലും ചെയ്യാൻ വേണ്ടി. അതെ, ഏറ്റവും ചുരുങ്ങിയത് ലോകം മൊത്തം വേൾഡ് ആരോഗ്യ സംഘടന പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ വളരെ എക്സ്ട്രീം, നമുക്ക് ആർക്കും സാധ്യമല്ലാത്ത ഒരു കണക്കല്ല പറയുന്നത്. വെറും അരമണിക്കൂർ, അത് നമ്മളൊരു ബ്രിസ്കി ആയിട്ട്, അത് ഓടണമെന്നില്ല, ഒരു ഈവൻ ബ്രിസ്ക് വാക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ സൈക്ലിംഗ് ആക്കാം, അതല്ലെങ്കിൽ ഒരു ഓട്ടമാവാം, അതല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് ആവാം. ഇത്തരം രീതിയിലുള്ള ഒരു എയറോബിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് വെറും അരമണിക്കൂർ, അതും ആഴ്ചയിൽ എല്ലാ ദിവസവും വേണമെന്നില്ല, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഒരു ആരോഗ്യകരമായ ഒരു ഹെൽത്തിന് വേണ്ടി നമുക്ക് അഡ്വൈസ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ മുഹമ്മദ് മുസ്തഫ. വളരെ ഹൃദയാരോഗ്യത്തോടു കൂടി അങ്ങും ജീവിക്കട്ടെ, ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരും ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മുഹമ്മദ് മുസ്തഫ, മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ കാർഡിയോളജി. താങ്ക് യു ഡോക്ടർ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിച്ചല്ലോ. ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, ഇതാണ് നമ്മുടെ ജീവിതമൊക്കെ നിശ്ചയിക്കുന്നത്. അടിച്ചു പോയാൽ പോക്കാ കേട്ടോ. ഡോക്ടർ പറഞ്ഞ കേൾക്കുമ്പോൾ നമുക്കും ഒരു ടെൻഷൻ. രാവിലെയും വൈകുന്നേരവും ഒക്കെ എക്സസൈസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ, സമയം കിട്ടുന്ന ആളുകൾ, അത് നിങ്ങൾ ഒരു കാരണവശാലും പാഴാക്കരുത്. രാവിലെയൊക്കെ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒരു ബ്രിസ്ക് വാക്കിംഗ് ഒക്കെ നടത്തി, ഒരു എയറോബിക് എക്സസൈസ് ഒക്കെ നടത്തി ആരോഗ്യം വീണ്ടെടുക്കുക. നമ്മളെപ്പോലുള്ള ഒരു ഉച്ചയ്ക്കാണ് പോയി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പലപ്പോഴും ആ അവസരം പോലും നമുക്ക് കിട്ടാറില്ല എന്നതാണ് നമ്മളെപ്പോലുള്ളവരുടെ അവസ്ഥ. എങ്കിലും ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഇന്ന് മുതൽ ഒരു ദിവസവും വിടാതെ കൃത്യമായിട്ട് ജിമ്മിൽ പോയി നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കും. ചുരുങ്ങിയ പക്ഷം ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുകയെങ്കിലും ചെയ്യും. അപ്പോൾ നിങ്ങളും ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കും.